കേരളത്തിലെ സരസ്വതി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സരസ്വതി ദേവിക്ക് വളരെ മുൻപേ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാവിഷ്ണുവിൻ്റെതാണെങ്കിലും സരസ്വതി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചത്. അതിനാൽ മഹാവിഷ്ണുവിനൊപ്പം സരസ്വതി ദേവിക്കും ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമാണുള്ളത്. കൂടാതെ വള്ളിപ്പടർപ്പിനുള്ളിൽ ദേവി അധിവസിക്കുന്ന ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രമെന്നും പറയപ്പെടാറുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ ചിങ്ങവനത്തു നിന്ന് 4 കിലോമീറ്റർ കിഴക്കുമാറി പനച്ചിക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സരസ്വതി ക്ഷേത്രം വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടാണ് നാടൊട്ടാകെ പ്രശസ്തമാവുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ എന്ന പോലെ ദുർഗാഷ്ടമി, മഹാനവമി എന്നീ ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും പനച്ചിക്കാടും വിദ്യാരംഭം നടത്തപ്പെടാറുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് വിദ്യാരംഭത്തിനായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നവരാത്രി നാളുകളിൽ ക്ഷേത്രത്തിൽ അത്യപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ദേവിയെ തൊഴാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും ഇവിടെ ദേവിക്ക് പ്രാമുഖ്യം കൂടുതലായതിനാൽ ക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠ ഏറെ കൗതുകം പകരുന്ന ഒരു കാഴ്ചയാണ്. വിഷ്ണു ക്ഷേത്രത്തിന് തെക്കുമാറി വള്ളിപ്പടർപ്പിനുള്ളിൽ കുളത്തിനരികിലാണ് സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഷ്ണുവും സരസ്വതി ദേവിയും കൂടാതെ ഉപദേവതകളായി ക്ഷേത്രത്തിനുള്ളിൽ ശിവൻ, ഗണപതി, ശാസ്താവ്, നാഗദൈവങ്ങൾ, പനച്ചിക്കാട്ട് യക്ഷി എന്നിവരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഇനി 1000 വർഷത്തിനു മേൽ പഴക്കമുള്ള സരസ്വതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ, കിഴക്കുപുറത്തില്ലം എന്ന് പറയുന്ന നമ്പൂതിരി കുടുംബത്തിൽ ഒരിക്കൽ ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും മാത്രം അവശേഷിക്കുകയുണ്ടായി. എന്നാൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യമുണ്ടാകാതിരുന്ന നമ്പൂതിരി വളരെയധികം മനക്ലേശം അനുഭവിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം പുണ്യനദിയായ ഗംഗയിൽ കുളിക്കുവാനായി വാരണാസിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടം അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചതിനാൽ അവിടെ കുറച്ചുനാള് ഭജനം ഇരിക്കുവാൻ നമ്പൂതിരി തീരുമാനിച്ചു. ഒരു വർഷം ക്ഷേത്രത്തിൽ ചിലവഴിച്ച നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ഒരു രാത്രി അതിസുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെടുകയും ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാകുന്നത് അസാധ്യമാണെന്നും അതിനാൽ മടങ്ങിപ്പോകുവാനും നിർദ്ദേശിച്ചു. കൂടാതെ നമ്പൂതിരിയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്തെ അന്തർജനം ഗർഭവതിയാണെന്നും അവർക്കുണ്ടാകുന്ന 2 ഉണ്ണികളിൽ ഒരു ഉണ്ണിയെ ദത്തെടുക്കണമെന്നും നമ്പൂതിരി പുറപ്പെടുമ്പോൾ അങ്ങേക്കൊപ്പം ഞാനും വരുന്നതാണെന്നും അരുളി ചെയ്തു. ഇതോടെ ഉറക്കമുണർന്ന തിരുമേനി ചുറ്റും ആരെയും കാണാഞ്ഞതിനാൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മൂകാംബിക ദേവി തന്നെയാണെന്ന് ഉറപ്പിച്ചു. പിറ്റേന്ന് അദ്ദേഹം ഇല്ലത്തെത്തിച്ചേരുകയും കരുനാട്ടില്ലത്തെത്തി അവിടുത്തെ അന്തർജനം ഗർഭവതിയാണെന്നും അവർക്ക് 2 ഉണ്ണികൾ ഉണ്ടാകുമെന്നും വളർത്തുവാനായി അതിലൊരു ഉണ്ണിയെ തരണമെന്നും ഗൃഹനാഥനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയം അന്തർജനം ഗർഭവതിയാണോ എന്ന സംശയത്തിലായിരുന്നു ആ ഇല്ലത്തുള്ളവർ. നമ്പൂതിരിയുടെ വാക്കുകളിൽ സന്തുഷ്ടനായ ഗൃഹനാഥൻ ഒരു ഉണ്ണിയെ അദ്ദേഹത്തിന് വളർത്താൻ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് തിരിച്ചു പുറപ്പെട്ട നമ്പൂതിരി അവിടുത്തെ ക്ഷേത്രകുളത്തിൽ കുളിക്കുവാൻ തീരുമാനിച്ചു. കുളിക്കാൻ ഇറങ്ങുന്ന നേരം തന്റെ ഓലക്കുട ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കുളക്കടവിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. എന്നാൽ കുളി കഴിഞ്ഞ് ഓലക്കുടി എടുക്കാൻ നോക്കിയപ്പോൾ കുട അനങ്ങുന്നില്ല. എന്തൊരത്ഭുതം എന്ന് കരുതി ശങ്കിച്ചു നിന്ന തിരുമേനിയുടെ മുന്നിൽ ഒരു ദിവ്യ പുരുഷൻ അവതരിക്കുകയും മൂകാംബിക ദേവി കുടയിൽ കുടികൊള്ളുന്നുവെന്നും കുട വീണ്ടെടുക്കുന്നതിന് മുൻപ് നമ്പൂതിരിക്ക് ദിവ്യത്വം ഒരു വിഗ്രഹത്തിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും നമ്പൂതിരിയോട് വിശദീകരിക്കുകയുണ്ടായി. ഇതോടെ നമ്പൂതിരി ദേവിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു ശിലയിൽ പ്രതിഷ്ഠിച്ചു. ഒരു കുളത്തിന് നടുവിൽ ദേവി ഇരിക്കുന്നതായി തോന്നിപ്പിക്കുന്ന തരത്തിൽ മേൽക്കൂരയില്ലാതെ വെള്ളം നിറഞ്ഞ താഴ്ന്ന ഭൂപ്രദേശത്താണ് വിഗ്രഹം സ്ഥാപിച്ചത്. ഇപ്രകാരമാണ് പനച്ചിക്കാട്ട് സരസ്വതിയുടെ ആഗമനമെന്നാണ് വിശ്വാസം. ഇതാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവിയായ സരസ്വതി കൊല്ലൂരിൽ നിന്നും പനച്ചിക്കാട് എത്തിയതിനു പിന്നിലുള്ള ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇപ്പോൾ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതായത് സരസ്വതീലത എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാൽ മൂടിയ വള്ളിപ്പടർപ്പിലാണ് ദേവി പ്രതിഷ്ഠ. ഭക്തർക്ക് ഈ കുളക്കരയിൽ ചെന്ന് ദേവിയെ വണങ്ങാവുന്നതാണ്. ഇവിടെ പൂജാതി കർമ്മങ്ങൾ ഒന്നും ചെയ്യാറില്ലെങ്കിലും ഈ മൂലവിഗ്രഹത്തിന് എതിർവശത്തായി സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നടത്തുന്നത്. ദേവിയെ ആത്മാർത്ഥമായി ഭജിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും
ഉറപ്പാണ്. ത്രിമധുരമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പനച്ചിക്കാട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ആദ്യം വിഷ്ണു ഭഗവാനെയാണ് ദർശിക്കുക. പിന്നാലെ സരസ്വതി, ഗണപതി, ശിവൻ, ശാസ്താവ്, യക്ഷി, നാഗരാജാവ് എന്ന ക്രമത്തിൽ വേണം പനച്ചിക്കാട് ദർശനം നടത്തേണ്ടത്. സരസ്വതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ഇലഞ്ഞിയും ഏഴിലം പാലയും തഴച്ചു വളർന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ മൂലബിംബത്തിന് കാവലായി നിന്ന യക്ഷി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. പനച്ചിക്കാട്ടെ പ്രധാന വഴിപാടാണ് സാരസ്വതം നെയ്യ്. സരസ്വതിക്കും മഹാവിഷ്ണുവിനും അരവണ, ത്രിമധുരം, യക്ഷിക്ക് വറ, രക്ഷസിന് പാൽപായസം, ശാസ്താവിന് നരത്തല നിവേദ്യം, ശിവന് ധാര, കൂവളമാല എന്നിവയും ക്ഷേത്രത്തിലെ മറ്റ് വഴിപാടുകളാണ്. ഇത്രയും ദേവീ കടാക്ഷവും ഐതിഹ്യങ്ങളുമുള്ള കേരളത്തിലെ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങളിലൊന്നായ പനച്ചിക്കാട് ക്ഷേത്രം ഇപ്പോഴും ദേവിയുടെ പ്രശസ്തി കാരണം സരസ്വതി ക്ഷേത്രം എന്ന പേരിൽ നാടൊട്ടുക്ക് അറിയപ്പെടുകയാണ്.